Hi students, good evening. നമ്മൾ പ്രിപ്പറേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ ഡൊമൈൻ ടെസ്റ്റാണ്, മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മളെ എല്ലാവരും CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു അല്ലേ? നമ്മൾ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിടുക്കത്തിലും വെപ്രാളത്തിലുമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ ഒരു പേടിയും ഒരു ബേജാറും ഒരു ഭയവും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഫുൾ സെറ്റോടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ നേരെ പോവുക പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പ്രിപ്പറേഷൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സെഷനു വേണ്ടിയിട്ടും എല്ലാ സബ്ജക്റ്റിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ പ്യൂർ ക്ലാസ്സസ്, നോട്ട്സ്, ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഡീൽ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ മോക്ക് ടെസ്റ്റാണ്. NTA പബ്ലിഷ് ചെയ്ത മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ റെഡി ആവണം. ഒരു പെന്നും ഒരു പേപ്പറും കയ്യിൽ വെച്ചോളി. നമ്മൾ തുടങ്ങാൻ പോവാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഗോസ് ലോ? പക്ക തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഗോസ് ലോ? ഗോസ് ലോ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഗോസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ്ഡ് സർഫേസ്. അത് ശരിയാണോ തെറ്റാണോ? ദാറ്റ്സ് ഓൾവേസ് ശരിയാണ്. ദെൻ അടുത്ത സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ടേം Q ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഗോസ് ലോ ഇൻക്ലൂഡ്സ് ദ സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദ സർഫേസ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഗോസ് ലോ ഈസ് നോട്ട് മച്ച് യൂസ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വെൻ ദ സിസ്റ്റം ഹാസ് സം സിമെട്രി. ശരിയാണോ? സംശയമുണ്ട് അല്ലേ? യെസ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗോസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ കൂളംസ് ലോ. ശരിയല്ലേ? നമ്മൾ ഗോസ് ലോയെ കുറിച്ച് പഠിക്കുമ്പം ഈ ഒന്നാമത്തെ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ശരിയാണ്. പക്ഷേ തേർഡ് ഓപ്ഷൻ ശരിയല്ല. അപ്പം നമുക്ക് പറയാം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോട്ട് ട്രൂ വരുമ്പം തേർഡ് ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് നോക്കി സ്റ്റേറ്റ്മെന്റിന്റെ ഒക്കെ സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ നോക്കി പോകേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫ്ലക്സ് ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാം. ഇലക്ട്രിക് ഫ്ലക്സ് ഫോഴ്സ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫ്ലക്സ് E.S ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് സർഫസ് ഏരിയ. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കാം ഇതിൽ നിന്ന് അല്ലേ? യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താ? യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കുളം. ദെൻ സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. വിച്ച് വൺ വിൽ കംസ്? ന്യൂട്ടൺ പെർ കുളം meter square. So the option fourth option, D option will be right. Okay, yes. Adutha question, consider a region inside which there are various types of charges but the total charge is 0. At a point outside the region, ഒരു റീജിയനിൽ കുറേ ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ട്, പക്ഷെ ടോട്ടൽ ചാർജ് 0 ആണ്. പുറത്തുള്ള റീജിയൻ അല്ലെങ്കിൽ പുറത്ത് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെസസറിലി 0. ഒരു റീജിയനിൽ കുറേ ചാർജസ് ഉണ്ടെങ്കിൽ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് നെസസറിലി 0 ആവണോ? നിർബന്ധമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പ്ലസ് Q ചാർജും ഇവിടെ ഒരു മൈനസ് Q ചാർജും ഉണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ മൈനസ് Q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പ്ലസ് Q കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിപ്പോൾ 0 ആണെന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വരില്ല. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു ദ ഡൈപോൾ മൊമെന്റ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓൺലി. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഡൈപോൾ മൊമെന്റ് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓൺലി എന്ന് പറയാൻ പറ്റില്ല. ഡൈപോൾ മൊമെന്റ് കാരണം ഉണ്ടാവും, അത് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. യെസ്, അപ്പം അതും വരില്ല. മൂന്നാമത്തെ ഓപ്ഷൻ
എന്തായിരുന്നു? The dominant electric field is inversely proportional to R3L R cube. It is actually R cube for large distance from the origin. So electric field ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, electric field outside a region is inversely proportional to R cube for large distances. ഇത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സോ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്. നമ്മൾ ഫോർത്ത് ഓപ്ഷൻ കൂടി ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഫോർത്ത് ഓപ്ഷൻ? വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എലോങ് എ ക്ലോസ്ഡ് പാത്ത് away from the region will not be zero. നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വർക്ക് ഡൺ മൂവിങ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എലോങ് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഓൾവേസ് സീറോ. അപ്പം ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് അല്ല. അപ്പം നമുക്ക് കറക്റ്റ് പറയാൻ എന്താണ്? തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, the dielectric constant of metal is given by 0, infinity, 1, 10. 4 ഓപ്ഷൻസ്. ഇതും നമ്മൾ പഠിക്കേണ്ടതാണ്. മെറ്റൽസിന്റെ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ എല്ലാ മെറ്റൽസിന്റെയും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ അല്ലെങ്കിൽ എപ്സിലോൺ ആറിന്റെ വാല്യൂ ഓൾവേസ് ഇൻഫൈനൈറ്റ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എയർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം ഓഫ് കോൺസ്റ്റന്റ് K, capital K, the maximum force of attraction between two charges separated by a distance increases K times, remains unchanged, decreases K times, increases K inverse times. Look, ഇത് നമ്മൾ കൂളംസ് ലോ ആയി ബന്ധപ്പെട്ടതാണ് അല്ലേ? രണ്ട് ചാർജസ് ഒരു എയറിന് പകരം വേറൊരു മീഡിയം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ ഏത് രീതിയിൽ എടുത്തു? ക്യാപിറ്റൽ K എന്ന് എടുത്തു കഴിഞ്ഞാൽ, സോ വാട്ട് ഈസ് ദ ഫോഴ്സ്? ഫോഴ്സ് നമുക്കറിയാം. എയറിലുള്ള ഫോഴ്സ് എന്താണ്? F0 ഈക്വൽ ടു, നമ്മൾ എയറിലുള്ള ഫോഴ്സിന് ഞാൻ തൽക്കാലം F0 എന്ന് കൊടുക്കുന്നു, 1/4π എപ്സിലോൺ 0 Q1 Q2 R² ആണ്. ഒരു മീഡിയം വരുമ്പം എന്താ സംഭവിക്കുക? അതിന് ഞാൻ FM എന്ന് കൊടുക്കുന്നു, 1/4π എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R Q1 Q2 R². സോ രണ്ടും കൂടെ റേഷ്യോ എടുത്തേക്കോ. സോ വാട്ട് വി വിൽ ഗെറ്റ്? F0/ER or relative permittivity. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ ഇവിടെ K എന്ന് പറഞ്ഞത്, ക്യാപിറ്റൽ K എന്ന് പറഞ്ഞത്. സോ what actually happens? Decreases K times. അടുത്ത ക്വസ്റ്റ്യൻ. Two identical capacitors are joined in parallel, charged to a potential. രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് പാരലലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവര് ഒരു പൊട്ടൻഷ്യലുമായിട്ട് ചാർജ് ചെയ്യപ്പെട്ടു. then separated and then connected in series. The positive plate of one is connected to the negative plate of other. Which of the following is true? എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് നോക്ക. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് നോക്കാം. രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് are connected with a potential difference of V. നമുക്കറിയാം രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതിന്റെ കപ്പാസിറ്റൻസും ഇയാളുടെ കപ്പാസിറ്റൻസും സെയിം ആയിരിക്കും. രണ്ടാൾക്കും ഒരേ പൊട്ടൻഷ്യലാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഒരേ ചാർജ് ആയിരിക്കും കിട്ടിയത് അല്ലേ? ഇവിടെയുള്ള ചാർജും സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ ചാർജ് ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വയർ കൊണ്ട് ജോയിൻ ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് പറഞ്ഞത്? പോസിറ്റീവ്, ഒരു കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റും
മറ്റേ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പ്ലേറ്റും തമ്മിൽ കണക്ട് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്ലസ് വി. ഈ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മൈനസ് വി. സോ ഇനി നമുക്ക് ആലോചിക്കാം, ഇവിടെ ഡിസ്ചാർജിങ് നടക്കുമോ ഇല്ലയോ? ഡിസ്ചാർജിങ് നടക്കില്ല, കാരണം ഇവിടെ ഓൾറെഡി നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് എങ്ങോട്ടും പോവാൻ ഇവർ സമ്മതിക്കില്ല, അല്ലേ? ഇവിടെയും അതേപോലെ പോസിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇവരിവിടെ ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇവരുടെ കേസിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ദ ചാർജസ് ഓൺ ഫ്രീ പ്ലേറ്റ് കണക്റ്റഡ് ടുഗദർ ആർ ഡിസ്ട്രോയിഡ്. ചാർജസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. സംഭവിക്കുമോ? ഇല്ല, ഒന്നും സംഭവിക്കില്ല, അല്ലേ? ഇതിങ്ങനെ തന്നെ കിടക്കും. സോ എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം ഇൻക്രീസസ്. ഈ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി ഇൻക്രീസ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ എനർജി വിൽ നോട്ട് ഇൻക്രീസസ്, കാരണം ഈ സിസ്റ്റം ഇതേപോലെ കിടക്കുന്നു. ഇയാൾക്ക് എത്ര ചാർജ് ഉണ്ടോ, എനർജി സ്റ്റോർ ചെയ്യൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ചാർജ് കൂടുതൽ വരണം, കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ, അപ്പം മാത്രമേ എന്തുള്ളൂ, എനർജി സ്റ്റോർ ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ഇവിടെ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇവിടെ കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ശരിയല്ല. The potential difference between the free plates is, ഈ രണ്ട് പൊട്ടൻഷ്യൽ, ഈ ഫ്രീ പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അവരുടെ രണ്ട് പേരുടെയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ വരിക? ഇയാൾക്ക് എത്രയാണ്? മൈനസ് വി. ഇയാൾക്ക് എത്രയാണ്? പ്ലസ് വി, അല്ലേ? അപ്പം മൈനസ് വിയും പ്ലസ് വിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ്, അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ ബി നമ്മൾ പഠിച്ചിട്ടില്ലേ? രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാ? വി എ മൈനസ് വി ബി അല്ലേ? സോ ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വി മൈനസ് ഓഫ് വി വരും. സോ ദ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഫ്രീ പ്ലേറ്റ്സ് എന്താണ്? 2v. സോ ഓപ്ഷൻ 3 is correct. So what about option 4? Potential difference remains constant. Potential difference remains constant ആയിരിക്കില്ല. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2v ആണ്. ഇവിടെ മൊത്തം ഓരോ സെപ്പറേറ്റ് കേസിലും ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം, സീരീസ് കണക്ഷനിൽ വരുമ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായി മാറുന്നു? 2v ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഓപ്ഷൻ 3 is correct. Two spherical conductors each of capacity C are charged to potential V and minus V. These are then connected by means of fine wire. The loss of energy is. ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് പഠിക്കേണ്ടതാണ്. രണ്ട് കണ്ടക്ടേഴ്സ് നമ്മൾ ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട്, പിന്നെ ആ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബാറ്ററി ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബാറ്ററിയിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ രണ്ട് കണ്ടക്ടേഴ്സും പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എനർജി ലോസ് സംഭവിക്കും എന്ന് പറഞ്ഞു. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇവിടെ ഒന്നുമില്ല, സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് ഓഫ് കപ്പാസിറ്റി സി ആണ് രണ്ടും, പക്ഷേ രണ്ടിനും സെപ്പറേറ്റ് പൊട്ടൻഷ്യൽ ആണ്. സ്പെറിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടക്ടേഴ്സ്, ഇയാളുടെ പൊട്ടൻഷ്യൽ വി, ഇയാളുടെ പൊട്ടൻഷ്യൽ മൈനസ് വി. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം, എന്താ 2v ആണ് വരിക, അല്ലേ? എനിവേ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2v ആണ് വരിക. പക്ഷേ എനർജി ലോസ് കാണാൻ മറ്റൊരു ഫോർമുല നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ്? എനർജി ലോസ് ഈക്വൽ ടു C1 സോ ഇവിടെ മാറ്റിയതാണ്. എനർജി ലോസ് ഈക്വൽ ടു C1 C2 ഇൻറ്റു V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2. ഇത് രണ്ട് കേസിലാണ്. പക്ഷെ ഇവിടെ C1ഉം C2ഉം സെയിം ആണ്, പക്ഷെ V1ഉം V2ഉം ഡിഫറെൻ്റ് ആണ്. ഒന്ന് എന്താ വരുന്നത്? പ്ലസ് വി ആണ്, മറ്റത് മൈനസ് വി ആണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. V1 plus V2 the whole square ഇവിടെ plus V minus V വരുമ്പോൾ എന്താവും? So actually here it gets 0.
So the answer will be delta U will be 0. So the answer option 1 is correct. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the series combination of 2 or more than 2 resistors, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. 2 റെസിസ്റ്റേഴ്സോ അതിൽ കൂടുതൽ റെസിസ്റ്റൻസോ സീരീസ്ലി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? The current through each resistance is same, voltage through each resistance is same. Then third option, neither current nor voltage through each resistance is same. Both current and voltage through each resistance are same. ഒറ്റയടിക്ക് കണ്ണും പൂട്ടി നമുക്ക് ആൻസർ പറയാം. ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? 2 റെസിസ്റ്റേഴ്സ് വരുമ്പോൾ എന്താ? 2 റെസിസ്റ്റേഴ്സ് വരുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് തന്നെ ഇതിലൂടെയും കടന്നു പോകും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ 1 is right. In parallel combination of n cells നമ്മൾ പാരലലി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? n സെൽസ് പാരലലി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതെന്താ, ബാക്കിയുള്ള ന്യൂമറിക്കൽ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് കൂടുവോ? കൂടില്ല. കറണ്ട് കൂടുവോ? സംശയമുണ്ട്. വോൾട്ടേജ് കുറയോ? n സെൽസ് എന്നാ പറഞ്ഞത്. n ഐഡന്റിക്കൽ സെൽ എന്നോ ഒന്നും പറയാത്തതുകൊണ്ട് വോൾട്ടേജ് കുറയുന്നോ കൂടുന്നോ ഒന്നും പറയാറായിട്ടില്ല. കറണ്ട് കുറയോ? കറണ്ട് കുറയൂല, അത് ഉറപ്പാണ്. അപ്പം 100% നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ കറണ്ട് കൂടും. More current, we obtain more current. In parallel combination of n cells, we obtain more current. പത്താമത്തെ question, in a region of constant potential, option 1, the electric field is uniform. Second one, electric field is 0. Third one, there can be no charge inside the region. Fourth one, both A and C are correct. ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം? E is equal to negative gradient of potential അല്ലേ? മൈനസ് dV by dr. ഓർമ്മയുണ്ടല്ലോ? യെസ്. ഒരു റീജിയനില് വി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? dV 0 ആയിരിക്കും. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പൊ dV 0 ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പോൾ ഓപ്ഷൻ 2 ഈസ് റൈറ്റ് പറയാം. പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ there can be no charge inside the region also. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ ചാർജ് ഇല്ലാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 3യും റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോത്ത് B and C ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഫോർത്ത് വൺ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഫോർത്ത് വൺ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 11th question. When a metal conductor connected to the left gap of meter bridge is heated, the balancing point shifted towards right, shifted towards left, remains unchanged, remains at 0. എന്ത് സംഭവിക്കും? മീറ്റർ ബ്രിഡ്ജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീറ്റർ ബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്. ഞാൻ തൽക്കാലം ഒരു മീറ്റർ ബ്രിഡ്ജ് ഇവിടെ വരക്കാണ്. ഇവിടെ എൻ്റെ ബാലൻസിങ് പോയിന്റ്, ഇനീഷ്യൽ ബാലൻസിങ് പോയിന്റ് L ആണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ലെങ്ത് എത്രയായിരിക്കും? 100 - L ആയിരിക്കും. ഇവിടെ ഞാൻ എടുക്കുന്നു RS. ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ്. ഇവിടെ എന്താ പറഞ്ഞത്? എ മെറ്റൽ കണ്ടക്ടർ കണക്റ്റഡ് ടു ദ ലെഫ്റ്റ് ഗ്യാപ്പ്. ഈ ലെഫ്റ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്ത മെറ്റൽ കണ്ടക്ടർ ഈസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മെറ്റൽ കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ റെസിസ്റ്റിവിറ്റി കുറയുക ചെയ്യുക, കൂടുക ചെയ്യുക? റെസിസ്റ്റിവിറ്റി
കൂടും, സ്വാഭാവികമായിട്ടും കൂടും, റെസിസ്റ്റിവിറ്റി കൂടും, അപ്പോൾ റെസിസ്റ്റൻസും കൂടും. അപ്പം മെറ്റലിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കണം, ഹീറ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ നേരെ തിരിച്ചാണ് പഠിച്ചത്, ഹീറ്റ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, കണ്ടക്ടിവിറ്റി കൂടും. അപ്പൊ ഇവിടെ നോക്ക്, റെസിസ്റ്റൻസ് കൂടുമ്പം ഇവിടെ ബാലൻസിങ് സെയിം ആയി വരണമെങ്കിൽ ഈ നമ്മുടെ ബാലൻസിങ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്യപ്പെടും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും? കുറച്ച് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പം അതേ ബാലൻസിങ് കിട്ടണമെങ്കിൽ താഴത്തുള്ള ബാലൻസിങ് ലെങ്ത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വീസ്റ്റോൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ. യൂസ് ചെയ്യണേ ഷിഫ്റ്റ് ടുവാർഡ്സ് റൈറ്റ്. ഓപ്ഷൻ 1 is correct. Okay, അടുത്ത ക്വസ്റ്റ്യൻ. In a potentiometer of 10 wires, the balance point is obtained on the 7th wire. To shift the balance point to 9th wire, we should decrease resistance in main circuit, increase resistance in main circuit, decrease resistance in series with the cell whose EMF is to be measured, increase resistance in series with the cells whose EMF is to be determined. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ റെസിസ്റ്റൻസ് ഇവിടെ നോക്ക്, ഇവിടെ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ പറഞ്ഞൊരു കാര്യമുള്ളൂ, സെവൻത്ത് ലൈനും വന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? 9th ലൈനുമലേക്ക് പോകണം അല്ലേ, 9th വയർമലേക്ക് പോകണം. 9th വയർമലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസിങ് പോയിന്റിന്റെ ലെങ്ത് കൂടുകയല്ലേ, ബാലൻസിങ് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ബാലൻസിങ് ലെങ്ത് കൂടുമ്പം ഓബ്വിയസ്ലി നമ്മളുടെ റെസിസ്റ്റൻസ് കൂട്ടിയിരിക്കണം. അപ്പൊ ഇവിടെ എന്താ വരിക? ആൻസർ എന്താ വരിക? ഡിക്രീസ് ദ റെസിസ്റ്റൻസ് ഇൻ മെയിൻ സർക്യൂട്ട് ആണോ, ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഇൻ മെയിൻ സർക്യൂട്ട് ആണോ? ഇൻക്രീസ്. അത് രണ്ടും ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. പൊട്ടൻഷ്യോമീറ്ററും മീറ്റർ പഠിച്ചു. പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ വയേഴ്സ് ഉപയോഗിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ 10 വയേഴ്സ് അല്ലെങ്കിൽ 6 ആ രീതിയിൽ ഉപയോഗിക്കുന്നേ ഉള്ളൂ. പക്ഷെ മീറ്റർ പിടിച്ചിട്ട് നമ്മൾ ഒരേ വയർ, ഒരു മീറ്റർ ലെങ്ത് ഉള്ള വയർ മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ദെൻ 13th question, 13th question. The resistivity of an alloy മാംഗനിന്റെ റെസിസ്റ്റിവിറ്റിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് an increase in temperature, decrease with increase in temperature, increases rapidly with a decrease in temperature. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോസ്റ്റ്ലി ഒട്ടുമിക്ക അലോയ്സിന്റെയും റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ മെറ്റൽസിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും. ആരുടെ കേസില്? മെറ്റൽസിന്റെ കേസിൽ. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? മെറ്റൽസ് അല്ല, അലോയിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. മാംഗനിൻ എന്ന അലോയിയുടെ റെസിസ്റ്റിവിറ്റി കൂടുകയോ ചെയ്യോ കുറയോ ചെയ്യോ? ഇല്ല. നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചതാണ് NCERT. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 14th question. A charged particle is moving in a cyclotron. What effect on the radius of the path on this charged particle will occur when the frequency of the radio frequency field is doubled? Frequency കൂട്ടിയാൽ ഡബിൾ ചെയ്താൽ ഈ സൈക്ലോട്രോണിന്റെ റേഡിയസ് കൂടുകയോ കുറയോ എന്നുള്ളതാണ്. ഫ്രീക്വൻസിയും റേഡിയസ് ഓഫ് ദ സൈക്ലോട്രോണും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? QB/2πm മാസ് ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിരുന്നു. ഇവിടെ എവിടെയെങ്കിലും റേഡിയസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫ്രീക്വൻസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ റേഡിയസ്, therefore we can say remains unchanged. കൂടിയില്ല കുറയേയില്ല, അതേപോലെ കിടക്കും. റേഡിയസിൽ യാതൊരു മാറ്റവും ഇല്ല. ഫ്രീക്വൻസി ആയിട്ട് ഒരു ബന്ധവും ഇല്ല റേഡിയസിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If an electron is moving with a velocity, V produces a magnetic field B, then the direction of field B
will be same as the direction of velocity v. Then second option, the direction of field B will be opposite to the direction of velocity v. Then third one, the direction of field B will be perpendicular to the direction of velocity v. Then fourth one, direction of field B does not depend on the direction of v, velocity v. നമുക്കറിയാം ഏതൊരു കണ്ടക്ടറിലൂടെയും ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം അല്ലേ, ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം അതിനൊരു വെലോസിറ്റി ഉണ്ടാവും, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ചുറ്റുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പൊ ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോവാന്ന് പറയുമ്പം കറണ്ടിന്റെ ഡയറക്ഷൻ താഴോട്ട് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക, ഇതിന് ചുറ്റുമാണ് ഉണ്ടാവുന്നത്, സർക്കുലർ പാത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. വരില്ല, സർക്കുലർ പാത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ റെഡിയല്ല, ശരിയല്ല. രണ്ടാമത്തെ ഓപ്ഷനും അതേ രീതിക്ക് ശരിയല്ല, കാരണം ഓപ്പോസിറ്റ് ടു ദ വെലോസിറ്റി, ശരിയല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക്, എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. നമുക്കറിയാം കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഓരോ കേസിലും അല്ലേ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ട് 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 ആ രീതിയിൽ. അപ്പൊ നമുക്ക് പറയാം എന്താണ് ഓപ്ഷൻ 3 is correct, perpendicular to the direction of velocity. The nature of parallel and anti-parallel currents. പാരലൽ കറണ്ടിന്റെയും ആന്റി പാരലൽ കറണ്ടിന്റെയും നാച്ചുർ. ഒന്നാമത്തെ പറയുന്നത് പാരലൽ കറണ്ട്സ് റിപ്പൽസ് ആൻഡ് ആന്റി പാരലൽ കറണ്ട് അട്രാക്ട്സ്. സെക്കൻഡ് വൺ, പാരലൽ കറണ്ട്സ് അട്രാക്ട്സ്, ആന്റി പാരലൽ കറണ്ട്സ് റിപ്പൽസ്. തേർഡ് വൺ ബോത്ത് കറണ്ട്സ് അട്രാക്ട്സ്. ഫോർത്ത് വൺ, ബോത്ത് കറണ്ട്സ് റിപ്പൽസ്. എന്താ സംഭവിക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, രണ്ട് പാരലൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിലേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന രണ്ട് കറണ്ട് എലമെന്റുകൾ അല്ലെങ്കിൽ രണ്ട് വയേഴ്സ് അല്ലെ, ഒരേ ദിശയിലേക്ക് കറണ്ട് കടന്നു പോകുന്ന രണ്ട് വയേഴ്സ്, പാരലൽ കറണ്ട്സ് അട്രാക്ട് ചെയ്യുമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അതേപോലെ തന്നെ ആന്റി പാരലൽ കറണ്ട്സ് റിപ്പൽ ചെയ്യുമെന്നും പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ, ലോറൻസ് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ, റെഡി? സെക്കൻഡ് ഓപ്ഷൻ ഈസ് റൈറ്റ് അല്ലേ. പാരലൽ കറണ്ട്സ് അട്രാക്ട്സ്, ആന്റി പാരലൽ കറണ്ട്സ് റിപ്പൽസ്. അപ്പൊ 17ാമത്തെ ചോദ്യം, എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു എൻ അമ്മീറ്റർ. ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമുക്ക് ഒരു അമ്മീറ്റർ ആക്കി മാറ്റണം അല്ലെ, മാറ്റാൻ പറ്റും. എങ്ങനെ? ഇൻട്രൊഡ്യൂസിംഗ് എ ഷണ്ട് റെസിസ്റ്റൻസ് ഓഫ് ലാർജ് വാല്യൂ ഇൻ സീരീസ്, introducing a shunt resistance of small value in parallel. Then third one, introducing a resistance of small value in series, introducing a resistance of large value in parallel. ഏതാ നമ്മൾ പഠിച്ചതാണ് ഇൻട്രൊഡ്യൂസിങ്. ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ പാരലലി എന്ത് കണക്ട് ചെയ്യണം, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അത് വെറും റെസിസ്റ്റൻസ് ആയാൽ പോരാ, അത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കണം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനേക്കാളും വളരെ ചെറിയ വാല്യൂ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കൺവേർഷൻ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻടു വോൾട്ട്മീറ്റർ. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ, നേരത്തെ ഗാൽവനോമീറ്ററിന് അമ്മീറ്ററിലേക്ക് മാറ്റിയതാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ ചോദിക്കുന്നു വോൾട്ട്മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് ലാർജ് വാല്യൂ ഇൻ സീരീസ്, introducing a resistance of small value in parallel, introducing a resistance of large value in parallel, introducing a resistance of small value in series. നേരത്തെ തന്നെ മൊത്തം റിവേഴ്സ് അടിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ മതി, അമ്മീറ്റർ ആക്കണമെങ്കിൽ നമ്മൾ പാരലലി കണക്ട് ചെയ്യണം, സ്മോൾ വാല്യൂ ആയിരിക്കണം. വോൾട്ട്മീറ്റർ ആക്കി മാറ്റണമെങ്കിലോ സീരീസ്ലി കണക്ട് ചെയ്യണം, സ്മോൾ വാല്യൂ പറ്റൂല, ലാർജ് വാല്യൂ ആയിരിക്കണം. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ 1. ഓക്കെ. എ മാഗ്നറ്റിക് നീഡിൽ ഈസ് കെപ്റ്റ് in a non-uniform magnetic field it experiences. A magnetic needle is kept in a non-uniform magnetic field. It experiences a torque but not force, neither force nor torque, a force and a torque, a force but not a torque. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വന്നാൽ അല്ലേ, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വന്നാൽ ആക്ച്വലി അത് ഫ്ലക്ച്വേഷൻ നടക്കും, അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാവും.
ടോർക്ക് മാത്രമാണോ? ടോർക്ക് ഉണ്ടാവുമെങ്കിൽ അവിടെ ഒബ്വിയസ്ലി എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ്. സോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എൻ ഐഡിയൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഇത് നമ്മൾ പച്ചവെള്ളം പോലെ പഠിച്ചതാണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എത്രയാ? -1. At a certain place of Earth, BH is equal to 13 root BV angle of dip at this place. ഇവിടെ ചെറിയൊരു വേരിയേഷൻ, ഇങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല. I think it is BH is equal to 1/√3 into BV. ഇതാണ് ആക്ച്വലി. I think ഇത് നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റണേ. BH is equal to, BH എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, BV എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ അവർ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? 1/√3. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഓഫ് ഡിപ്പ് ആണ് നമ്മൾ ചോദിച്ചത്. ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദിസ് പ്ലേസ്, ആംഗിൾ ഓഫ് ഡിപ്പ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് ഇസ് ഈക്വൽ ടു BV/BH. BV/BH. സോ ഇവിടെ നോക്ക്. സോ ഇവിടെ എന്താ? BH is equal to 1/√3 BV എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രം ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ്, ആംഗിൾ ഓഫ് ഡിപ്പ് എത്ര കിട്ടും? ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് വരുന്നത് എത്രയാണ്? √3 ആണ്. √3 ആണ്. സോ √3 വരുമ്പം ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാ? ടാൻ്റെ വാല്യൂ √3 എപ്പോഴാവുന്നത്? ടാൻ്റെ വാല്യൂ √3 എപ്പോഴാവുന്നത്? 60 ഡിഗ്രി. ഓപ്ഷൻസ് നോക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ അത് കിട്ടി ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് മാഗ്നറ്റിക് മോണോപോൾ? ഇത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. മാഗ്നറ്റിക് മോണോപോളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് മോണോപോൾ എക്സിസ്റ്റ്, ഒന്നാമത്തെ ഓപ്ഷൻ. അല്ലല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ കറക്റ്റ് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടി. മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻ ഇനി വായിക്കണം എന്ന് നിർബന്ധം പോലും ഇല്ല, അല്ലേ? മാഗ്നറ്റിക് മോണോപോൾ ഒരു കാരണവശാലും എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. മാഗ്നറ്റിക് മോണോപോൾസ് ഹാവ് എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് മോണോപോൾ മൊമെന്റം. മോണോപോൾ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മൊമെന്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഫോർത്ത് ഓപ്ഷൻ എന്താ പറയുന്നത്? മോണോപോൾ മൊമെന്റം ഇൻക്രീസസ്. മോണോപോൾ ഇല്ല, പിന്നെ എന്ത് മൊമെന്റം? അപ്പം ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ എർത്ത് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ് വിത്ത് എ മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റിംഗ് അപ്രോക്സിമേറ്റ്ലി ഫ്രം ജിയോഗ്രഫിക് നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്ത്, ഈസ്റ്റ് ടു വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഫ്രം സൗത്ത് ടു നോർത്ത്, ജിയോഗ്രഫിക് സൗത്ത് ടു നോർത്ത്. പഠിച്ചതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം. സില്ലി മാറ്റർ ആയിട്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാം നമ്മൾ മനസ്സിൽ ഇരുത്തി വായിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യത്തിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രോബ്ലംസ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം കോൺസെപ്റ്റ്സ് ആണ്, പക്ക തിയറി ക്വസ്റ്റ്യൻസ്. അപ്പോൾ തിയറിയിൽ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ച് പഠിക്കണം. സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകുന്ന സെന്റൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The core of any transformer is laminated so as to reduce the energy loss due to eddy current, make it lightweight, make it robust and strong, increase the secondary voltage. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ കോർ നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറണ്ട് വഴി എനർജി ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ്. ഇതൊന്നും വേറൊന്നും ചിന്തിക്കാനില്ല, നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് NCET സെന്റൻസ് ആണ് ചോദിക്കുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ കോയിൽ ഈസ് ഓപ്പൺ then L and R becomes. L എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഡക്ടൻസ്. R എന്ന് പറഞ്ഞാൽ ആരാ? റെസിസ്റ്റൻസ്. സോ നിങ്ങൾ ആൻസർ ചെയ്യും ഒരു കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് ആൻസർ ചെയ്യണേ. പലരും പലതും ആൻസർ ചെയ്യുന്നുണ്ട്. ഏത് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ആൻസർ ആണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആൻസറുമായിട്ട്
ഞാൻ ആൻസർ ശ്രദ്ധിക്കാതെ പോയതിന്റെ പ്രധാന കാരണം ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് ഒരു തരത്തിലും മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇഫ് ദ കോയിൽ 26ാമത്തെ ചോദ്യം നമ്മൾ ആൻസർ ചെയ്യുമെന്ന് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, ഇഫ് ദ കോയിൽ ഈസ് ഓപ്പൺ ദെൻ L and R becomes L and R becomes L എന്ന് പറഞ്ഞ ആരാ? ഇൻഡക്ടൻസ്. കോയിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നീളമുള്ള വയർ, അത്രയേ ഉള്ളൂ, വേറെ ഒരു അർത്ഥമില്ല. ഒരു ഓപ്പൺ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നീളമുള്ള ഇൻഫിനിറ്റ്ലി ലോങ് ആയ വയർ. അയാളുടെ L എത്രയായിരിക്കും? കോയിൽ ചുരുട്ടി വെക്കുമ്പോൾ എല്ലടാ L ഉണ്ടാവുള്ളൂ, അപ്പൊ ഇൻഡക്ടൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കറിയാം ഒരു ലോങ് വയറിന്റെ ഇൻഡക്ടൻസ് എത്രയാ? 0 ആണ്. റെസിസ്റ്റൻസോ ഇൻഫിനിറ്റി. സോ ദ ഓപ്ഷൻ 0 and infinity. B option is right. So 27ാമത്തെ question. The peak value of AC voltage on 220 volt means is, അതായത് പീക്ക് വാല്യൂ 220 വോൾട്ടേജ് ഉള്ള AC വോൾട്ടേജിന്റെ പീക്ക് വാല്യൂ എത്തിയ. പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ 220 വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? VRMS ആണ്. RMS വോൾട്ടേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, 220 വോൾട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം VRMS ഈക്വൽ ടു വാട്ട് എന്തായിരുന്നു? പീക്ക് വോൾട്ടേജ് ബൈ √2 ആണ്. അപ്പൊ പീക്ക് വോൾട്ടേജ് എന്തായിരിക്കും? VRMS ഇൻറ്റു √2, അതായത് √2 ഇൻറ്റു VRMS. ഇവിടെ ഏതാ കേസ്? 220 അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ? 220 അല്ലേ? ഓപ്ഷൻ ഏതാ വരിക? അപ്പൊ √2 ഇൻറ്റു 220 വരുന്നത് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ B is right. ഓപ്ഷൻ B is right. So 28ാമത്തെ question. What is the value of inductance L for which the current is maximum in a series LCR circuit with C is equal to 10 microfarad and omega is equal to 1000 second inverse, 1000 hertz. നോക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ്. ഇൻഡക്ടൻസിന്റെ വാല്യൂ എന്തായിരുന്നു? ഇൻഡക്ടൻസിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ? ഇൻ വിച്ച് ദ കറണ്ട് ഈസ് മാക്സിമം ഇൻ LCR, സീരീസ് LCR സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാണ് കറണ്ട് മാക്സിമം വരിക? മാക്സിമം വരുന്നത് ഏതൊരു കണ്ടീഷനിലാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസൊണൻസ് കണ്ടീഷനിലാണ്. റെസൊണൻസ് കണ്ടീഷനിൽ കറണ്ട് മാക്സിമം ആയിരിക്കും അല്ലേ? കറണ്ട് മാക്സിമം ആയിരിക്കും. കറണ്ട് മാക്സിമം ആണ് റെസൊണൻസ് കണ്ടീഷനിൽ. വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡക്ടൻസ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും സെയിം ആയിരിക്കണം. ഇൻഡക്ടൻസ് റിയാക്ടൻസ് എന്തായിരുന്നു? L omega. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരുന്നു? 1/C omega. From here we can write L is equal to 1/C omega square. So ഇവിടെ C കൊടുത്തിട്ടുണ്ട്, ഒമേഗ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/C എന്താ? 10⁻⁻6 ഫാരഡ് അല്ലേ? മൈക്രോ എന്ന് പറയുമ്പോൾ എന്താ? 10⁻⁻6. 10 × 10⁻⁻6 10 മൈക്രോഫാരഡ്. മൈക്രോഫാരഡ് മൈക്രോ വരുമ്പോൾ എന്താ? 10⁻⁻6 ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്ക്, ഒമേഗ എത്രയാണ്? 1000. അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര സീറോ വരും? അഗെയിൻ 3 0. അപ്പൊ 10⁻⁻6 ഇവിടെ എന്താ വരിക? 10⁻6 അല്ലേ വരിക? അപ്പൊ 2 കൂടി ക്യാൻസൽ ആവൂലേ? അപ്പൊ ആൻസർ എന്ത് വരും? 1/10. 1/10 യൂണിറ്റ് ഓഫ് ഇൻഡക്ടൻസ് എന്താ? ഹെൻറി വരും. 1/10 ഹെൻറി ഓപ്ഷനിലുണ്ടോ? ഇല്ല. പക്ഷെ എല്ലാം മില്ലി ഹെൻറിയിലാണ് കൊടുത്തിരിക്കുന്നത്. 1/10 ഹെൻറി എന്താണ്? നമ്മൾ മില്ലി ഹെൻറിയിലേക്ക് മാറ്റിയാലേ ഇറ്റ് ഈസ് ആക്ച്വലി വാട്ട്? 1/10 എന്നാണ് 0.01 ഹെൻറിയാണ്. അത് നമ്മൾ ഈ മില്ലി ഹെൻറിയിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് വരും? 1 മില്ലി ഹെൻറി. ആക്ച്വലി 1 മില്ലി ഹെൻറി. ഓപ്ഷൻ 2 is correct. 1 milli Henry. Option 2 is correct. The line that draws the power supplied to your house from the street has 0 average current. Option 2, 220 voltage average. Voltage and current out of phase by 90 degree. Voltage and current are in phase. ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ പറ്റുമല്ലോ
നമുക്ക് എന്താ പറയാം, ആവറേജ് വോൾട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന, സ്ട്രീറ്റിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് സപ്ലൈ, പവർ സപ്ലൈ എത്രയാണ്? 220 വോൾട്ടേജ് ആവറേജ് അല്ലേ? യെസ്, ആവറേജ് എത്രയാ? 220 വോൾട്ട്. യെസ്. In a purely capacitive circuit, if the frequency of the AC source is doubled, then its capacitive reactance will be. ഒരു പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റൻസ് മാത്രം അല്ലെങ്കിൽ കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ടിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/C ഒമേഗ. ഇവിടെ പറയുന്നത് എന്താണ്? 1/C ഒമേഗ. അതായത് ഈ ഇവിടെ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി ഇവിടെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് എന്ത് സംഭവിക്കും? ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ C × 2 ഒമേഗ എന്ന് വരും. അപ്പോൾ കപ്പാസിറ്റൻസ് എന്തായി മാറി? 1/2 ഓഫ് ഇനീഷ്യൽ കേസ് വന്നില്ലേ? യെസ്. അപ്പോൾ ഹാഫ്ഡ് അല്ലേ? പകുതിയാകും. ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. അപ്പൊ 31ാമത്തെ ക്വസ്റ്റ്യൻ, മിറാജ് ഈസ് എ ഫിനോമിന ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഡൈഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മിറാജ് എന്ന് പറയുന്ന ഫിനോമിന എന്ത് കാരണമാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, വേറൊന്നുമല്ല അല്ലേ? ടോട്ടലി ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മിറാജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ മരുഭൂമിയിലൊക്കെ വെള്ളമുള്ളതായിട്ട് തോന്നുന്നത് അല്ലെ? നല്ല ചൂട് കാലത്ത് നമ്മൾ താറിട്ട റോഡുമ്മലൊക്കെ കുറച്ച് ദൂരെ നമ്മൾക്ക് വെള്ളമുള്ളതായിട്ട് തോന്നുന്ന രീതിയില്ലേ? അതിനെയാണ് നമ്മൾ മിറാജ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ 32ാമത്തെ ചോദ്യം, which of the following forms a virtual and erect image for all positions of the object? ഒന്നാമത്തെ ഓപ്ഷൻ കോൺകേവ് ലെൻസ്, രണ്ടാമത്തത് കോൺകേവ് മിറർ, മൂന്നാമത്തത് കോൺവെക്സ് മിറർ, നാലാമത്തത് ബോത്ത് A and C. കോൺകേവ് ലെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അയാളുടെ മുമ്പിൽ എവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാലും ഇറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് ആയിട്ടുള്ള അല്ലെ, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ കോൺകേവ് ലെൻസ് വരും. അതേപോലെ കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോൾ എന്താ? കോൺവെക്സ് മിറർ, ഇത് കോൺവെക്സ് മിറർ അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ മുമ്പിൽ എവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഇമേജ് ഇപ്പുറത്താണ് ഉണ്ടാവുക. അത് ഇറക്റ്റ് ആൻഡ് വിർച്വൽ ആയിരിക്കും അല്ലേ? ഇപ്പുറത്ത് അതുകൊണ്ട് വിർച്വൽ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഏത് കേസാണ്? കോൺകേവ് ലെൻസും വരും, കോൺവെക്സ് മിററും വരും. അപ്പൊ രണ്ടും കൂടി വരുന്ന കേസ് ഏതാ വരുന്നത്? ബോത്ത് A and C ആണ്. അപ്പം 1ഉം 3ഉം മാത്രം. 1ൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ഓപ്റ്റ് ചെയ്താൽ പോരാ, രണ്ടും കൂടി കറക്റ്റ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. യെസ്. Which of the following colors of white light deviated most when passes through a prism? വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഏത് ലൈറ്റിനാണ് മോർ ഡീവിയേഷൻ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വിബ്ജിയോർ എന്ന് പഠിച്ച ഓർമ്മ ഉണ്ടോ? അല്ലെ? മോർ ഡീവിയേഷൻ ആർക്കാ സംഭവിക്കുക? വയലറ്റ്, റെഡ്. ഇതിലാർക്കാ മോർ ഡീവിയേഷൻ സംഭവിച്ചത്? ഇത് ഇനീഷ്യൽ ലൈറ്റ് ആണെങ്കിൽ, ഇനീഷ്യൽ പാത്ത് ആണെങ്കിൽ മോർ ഡീവിയേഷൻ ആർക്കാ സംഭവിച്ചത്? വയലറ്റ് ലൈറ്റ്. അപ്പൊ 33 കഴിഞ്ഞ് 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A rod of length 10 cm lies along the principal axis of concave mirror. ഒരു കോൺകേവ് മിററിലെ പ്രിൻസിപ്പൽ ആക്സസിൽ എവിടെയോ ലൈ ചെയ്യുകയാണെന്ത്? ഒരു റോഡ്. സോ ഈ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എന്താണ്? 10 centimeter in such a way that the end is closer to the pole is 20 centimeter away from the mirror. The length of image is. ഇങ്ങനെ ലൈ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ലെങ്ത് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. ഇത് നമ്മൾ കുറച്ച് നമ്മൾ ഒന്ന് ലോജിക്കലി നമ്മൾ നന്നായിട്ടൊന്ന് ആലോചിക്കേണ്ട കേസ് ഉണ്ട്. ഒന്ന് നോക്ക്.
ഓക്കെ, ഇവിടെ 10 സെന്റിമീറ്റർ ആണ് ഇയാളുടെ ഫോക്കൽ ലെങ്ത്, 10 സെന്റിമീറ്റർ ആണ്. അപ്പം 20 സെന്റിമീറ്റർ എവേ ഫ്രം ദ പോൾ ആണുള്ളത്. അപ്പൊ ഇവിടെ എക്സാക്ട്ലി ഇവിടെയാണുള്ളത് 20 സെന്റിമീറ്റർ എവേ ഫ്രം ദി പോൾ. ആക്ച്വലി ഇതെന്തായിരിക്കും? സെന്റർ ആയിരിക്കുമല്ലോ. ആക്ച്വലി ഇതെന്തായിരിക്കും? സെന്റർ ഓഫ് ദ പോൾ ആണ്. കാരണം എന്താ? സെന്റർ ലെങ്ത് റേഡിയസ് എന്തായിരിക്കും? ആക്ച്വലി 2R ആണ്, 2F ആണ്. ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് റേഡിയസ് ഓഫ് ദി മിറർ. എന്താണ്? ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും. നോക്ക്, ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് റേഡിയസ് ഓഫ് ദ മിറർ എങ്കിൽ ഇവിടെ 20 സെന്റിമീറ്റർ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റിന്റെ ഈ അറ്റം എന്താണ്? ആക്ച്വലി സെന്ററിലാണ്. ഇനി ഈ അറ്റം നോക്ക്, ഈ അറ്റം എത്ര സെന്റിമീറ്റർ അകലെയായിരിക്കും? നോക്ക്, ഈ ലെങ്ത് എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയാ? ഈ അറ്റത്തിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ? 30 സെന്റിമീറ്റർ അല്ലേ വരിക? യെസ്. അപ്പം ഈ ഒബ്ജക്റ്റിന്റെ ഈ അറ്റം ഒരു സെന്ററിലുള്ള ഒബ്ജക്റ്റ്, ഒരു കോൺകേവ് മിററിന്റെ സെന്ററിലുള്ള ഒബ്ജക്റ്റ്, ആ സെന്ററിൽ തന്നെയാണ് ഇൻവേർട്ടഡ് ഒരു ഇമേജ് ഫോം ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ചതാണ്. ഇനി സെന്ററിനേക്കാൾ കുറച്ച് ഇപ്പറാണെങ്കിൽ അപ്പൊ സെന്ററിന്റെ ഉള്ളിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ ഈ അറ്റം ഈ റോഡിന്റെ ഈ അറ്റം ഇവിടെ എവിടെയാ വരുന്നത് നോക്കണം. നോക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/u + 1/v is equal to 1/f. ഏതൊരു മിറർ ഫോർമുല അല്ലേ? അത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മിറർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇമേജ് ഡിസ്റ്റൻസ്, ഏതിന്റെ കേസാണ് നമ്മൾ നോക്കുന്നത്? ഈ റോഡിന്റെ ഈ അറ്റത്തിന്റെ കേസ് മാത്രം. ഈ അറ്റം നമുക്കറിയാം ഓൾറെഡി എന്താണ്, അത് അവിടെ തന്നെ ഫോം ചെയ്യും, പക്ഷെ താഴോട്ടായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, താഴോട്ടായിരിക്കും. അപ്പൊ ഈ അറ്റം എവിടെയാണ് വരുന്നത്? ഇവിടെ എവിടെയോ വരും. അപ്പൊ ആ ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത് ഇമേജ് ലെങ്ത് കിട്ടുമല്ലോ. അപ്പൊ 1/v is equal to 1/f minus 1/u. 1/f എത്രയാ? f നമുക്കറിയാം 1/f 10 ആണ്. 1/u എത്രയാ? u is actually 30 ആണ്. So from here we will get 30 minus 20 അല്ലേ? Sorry. We will get so answer ഇവിടെ നമുക്ക് കിട്ടും എത്രയാണ് ആൻസർ? ഫൈനൽ ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 15 എന്ന് കിട്ടും. 15 സെന്റിമീറ്റർ ആൻസർ കിട്ടും. സോ 15 സെന്റിമീറ്റർ ആണ് ഇവിടെ ആൻസർ എങ്കിൽ നമുക്കറിയാം ഇത് -15 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഒരു സൈൻ കൺവേർഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൈൻ കൺവേർഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ കൺവേർഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്താ മൈനസ്, ഇവിടെ എന്താ അഗെയിൻ മൈനസ്. അപ്പോൾ ഇത് പ്ലസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ മാറ്റി ചെയ്താലോ? 1/30 minus 1/10. സോ ദ ആൻസർ എന്ത് വരും? 1 minus 3/30, that is 2/30 ആണെന്ത് 1/v. so the v will be equal to 30/2, that is 15 centimeter. 15 സെന്റിമീറ്റർ ആണെങ്കിൽ എവിടെ -15 ആണ് വരിക. കാരണം സൈൻ കൺവേർഷൻ പ്രകാരം നെഗറ്റീവ് ആണ് ഇമേജ് ലെങ്ത്തും. അപ്പം -15 സെന്റിമീറ്റർ ഇവിടെ വരികയാണെങ്കിൽ സോ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇമേജിന്റെ ലെങ്ത് 20ൽ നിന്ന് 15ലേക്ക്, ഈ അറ്റം 15ലേക്ക് വന്നു. സോ അപ്പോൾ ഇമേജ് ലെങ്ത് എത്രയായിരുന്നു? 5 സെന്റിമീറ്റർ. സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് നമ്മൾ ആലോചിക്കാനുണ്ട്. നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിൽ എങ്ങനെ ഉണ്ടാവുക? ഇമേജും ഒബ്ജക്റ്റ് ഒക്കെ കുത്തനെ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നേരെ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. പക്ഷെ ഇവിടെ നമ്മളോട് പ്ലേസ്ഡ് എലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The best metal to be used for photo emission is. ഫോട്ടോ എമിഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെറ്റൽ, ഏറ്റവും നല്ല മെറ്റൽ ഏതാ? പൊട്ടാസ്യം ആണോ, ലിഥിയം ആണോ, സോഡിയം ആണോ? നമ്മൾ പഠിക്കുന്നുണ്ട് സീസിയം ആണ് അല്ലേ? സീസിയം ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എമിഷൻ കാണിക്കുന്നത്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ ബെറ്റർ. യെസ്. Which of the following is not true?
Which of the following is not the property of photons? Photons in the property. Photons എന്ന് പറഞ്ഞാൽ എന്താ? Light particle എന്ന് പറയുമ്പോൾ അതിന് എനർജി ഉണ്ടല്ലോ. എനർജി ഉണ്ട്. h nu is the energy. അപ്പോൾ എനർജി അതിന്റെ പ്രോപ്പർട്ടി ആണ്. സ്വാഭാവികമായിട്ട് അതൊരു പാർട്ടിക്കിൾ ആണ്. അതിന് മൊമെന്റ് ഉണ്ടാവും. പാർട്ടിക്കിൾ ആവുമ്പോൾ മാസ് ഉണ്ടാവും. പക്ഷേ എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഫോട്ടോൺ എന്ന് ചോദിച്ചാൽ ഏതാണ്? ചാർജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 37ാമത്തെ ക്വസ്റ്റ്യൻ. 37 the term used to collect the information about the object and a place without physical contact is called modulation, communication, amplification, remote sensing. Correct word എന്താണ്? ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ ഒരു ഇൻഫർമേഷൻ കൈമാറാൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതോ കൊടുക്കുന്നതോ അല്ലേ? ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നത് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ നമ്മൾ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ? മോഡുലേഷൻ ആണോ, കമ്മ്യൂണിക്കേഷൻ ആണോ, ആംപ്ലിഫിക്കേഷൻ ആണോ, റിമോട്ട് സെൻസിങ് ആണോ? ഇതാലോചിച്ചാൽ നമുക്കറിയാം അല്ലേ? ഫിസിക്കൽ കോണ്ടാക്ട് വരാതെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിമോട്ട് ഉപയോഗിക്കാറില്ല, ടി വി റിമോട്ട്. അതേപോലെ റിമോട്ട് സെൻസിങ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തും വരാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സംതിങ് ഇന്റൻസിറ്റി ഒക്കെ കൂട്ടുന്നതിനെയാണ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് ചെയ്യാന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള വിവരം നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ. The forbidden energy band gap in conductors and semiconductors and insulators are EG1, EG2 and EG3 respectively. The relation among them is. നമുക്കറിയാം കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും, ഓവർലാപ്ഡ് ആയിരിക്കും അല്ലേ? ഏറ്റവും കുറവായിരിക്കും. അതായത് ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും, വളരെ അകലത്തിലായിരിക്കും. സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലോ എനർജി ഗ്യാപ്പ് കുറച്ച് അടുത്ത് വരും. അപ്പൊ ഏതിനാണ് ഏറ്റവും എനർജി ഗ്യാപ്പ് കുറവുള്ളത്? കണ്ടക്ടേഴ്സിനല്ലേ? കണ്ടക്ടേഴ്സിൻ്റെതാണ് EG1. അപ്പൊ ഏറ്റവും കുറവ് EG1, ഏറ്റവും കൂടുതൽ EG3. അതായത് ഇൻസുലേറ്റേഴ്സ്. ഓപ്ഷൻ 2 ഈസ് റൈറ്റ്. സിമ്പിൾ. ദെൻ 39ാമത്തെ ക്വസ്റ്റ്യൻ നല്ലോണം ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എമിറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ. ഒരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് അല്ലെ, ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു ബീറ്റ പാർട്ടിക്കിൾ വരുന്നു. ഒന്നുകിൽ പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. ബീറ്റ പ്ലസ് ഉണ്ട്, ബീറ്റ മൈനസ് ഉണ്ട്, രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ദ പാരന്റ് ആൻഡ് ഡോട്ടർ ന്യൂക്ലിയൈ ആർ ഐസോടോപ്സ്, ഐസോട്ടോൺസ്, ഐസോമേഴ്സ്, ഐസോബാസ്. എന്താണ് ആക്ച്വലി ബീറ്റ പാർട്ടിക്കിൾ വരുന്നത്? അല്ലെ, ഒരു ന്യൂട്രോണിനെ പ്രോട്ടോണോ ഇലക്ട്രോണോ ആയി മാറുന്ന രണ്ട് പ്രോസസ്സാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ബീറ്റ മൈനസ് എമിഷൻ എന്ന് പറയും. ബീറ്റ മൈനസ് ഇതാണ്. ഇനി ഒരു പ്രോട്ടോൺ വന്ന് ന്യൂട്രോണും പോസിട്രോണും ആയി മാറുന്ന എമിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബീറ്റ മൈനസ് എമിഷൻ അല്ലേ? ഇവിടെയാണ് ഈ ഇലക്ട്രോൺസിന്, ഇതിന് പോസിട്രോൺ, ഇത് ഇലക്ട്രോൺ. അപ്പൊ ഈ ഇലക്ട്രോണിന് എമിറ്റ് ചെയ്യപ്പെടും, ഇവിടെ പോസിട്രോൺ എമിറ്റ് ചെയ്യപ്പെടും, പുറത്തേക്ക് പോകും. അപ്പൊ ഈ പ്രോട്ടോണും ഈ ന്യൂട്രോണും ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ട്. ഇത് എന്താ? പോസിറ്റീവ് കേസിലല്ല, സോറി, ബീറ്റ മൈനസ് എമിഷൻ, ഇത് ബീറ്റ പ്ലസ് എമിഷൻ. രണ്ട് കേസും കൺസിഡർ ചെയ്ത് നോക്ക്. ഇവിടെ നോക്കി, ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം മാറി, അത് പ്രോട്ടോണിന്റെ എണ്ണമായി മാറി. ന്യൂട്രോണിന്റെ എണ്ണം കുറഞ്ഞു, പക്ഷെ പ്രോട്ടോണിന്റെ എണ്ണം കൂടി. പ്രോട്ടോണിന്റെ എണ്ണം കൂടിയാൽ അതിന്റെ എന്ത് കൂടി? അറ്റോമിക് നമ്പർ കൂടി. പക്ഷെ മാസ് നമ്പർ കൂടിയിട്ടുണ്ടോ? ന്യൂട്രോൺ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മാസ് നമ്പർ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടുമില്ല. അതിന് പകരം എന്ത് വന്നിട്ടുണ്ട്? പ്രോട്ടോൺ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ മാസ് നമ്പറിൽ മാറ്റമില്ല, അറ്റോമിക് നമ്പർ കൂടി. അപ്പൊ എന്താണ്? മാസ് നമ്പർ മാറ്റമില്ല, അറ്റോമിക് നമ്പർ മാത്രം മാറിയാൽ നമ്മൾ എന്തിനാ പറയാ? ഐസോബാർസ്. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറിയാൽ അറ്റോമിക് നമ്പർ കുറയും, പക്ഷേ മാസ് നമ്പർ ഒരു മാറ്റവും സംഭവിക്കില്ല. പ്രോട്ടോണിന്റെ എണ്ണം കുറഞ്ഞാൽ അറ്റോമിക് നമ്പർ കുറഞ്ഞു, പക്ഷെ മാസ് നമ്പറിൽ യാതൊരു മാറ്റവും വരുന്നില്ല. കാരണം പ്രോട്ടോൺ മിസ്സായടുത്ത് എന്ത് വരുന്നുണ്ട്? ന്യൂട്രോൺ വരുന്നുണ്ട്. അപ്പൊ ഐസോബാസ്. 39ാമത്തെ ക്വസ്റ്റ്യൻ ഐസോബാസ്. ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ. The radius of a spherical nucleus as measured by electron scattering is 3.6 Fermi. FM എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഫെർമി ആണ്. നമ്മൾ FM അല്ലേ, FM റേഡിയോ അല്ല, ഫെർമി ആണ് ഉദ്ദേശിക്കുന്നത്. FM എന്ന് പറഞ്ഞാൽ എന്താ? ഫെർമി.
ഫെർമി എന്ന് പറഞ്ഞാൽ എന്താ 10⁻⁻15 മീറ്റർ ആണ്. 10⁻⁻15 മീറ്റർ ആണ്. എനിവേ okay, what is the mass number of nucleus mostly like to be? നമുക്കറിയാം ന്യൂക്ലിയസിന്റെ റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? R = R0 × A⁻⁻⁰. ഇവിടെ a radius of spherical nucleus as measured by an electron scattering is 3.6. 3.6 ആയിട്ട് റേഡിയസ് കിട്ടിയിട്ടുണ്ട് ഫെർമി ആയിട്ട്. R0 നമുക്കറിയാം, R0യുടെ വാല്യൂ നമ്മൾ പഠിക്കുന്നുണ്ട് 1.2 ഫെർമിയാണ്. 1.2 ഫെർമിയാണ്. അപ്പോൾ 1.2, അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ യൂണിറ്റ് കൺവേർഷൻ ഒന്നും നടത്തുന്നില്ല. 3.6 ഇപ്പുറം ഇവിടെ 1.2, അപ്പോൾ A⁻⁻⁵. സോ ഫ്രം ഹിയർ വി can get A is equal to 3.6 by 1.2 all cube. അല്ലേ? നമുക്ക് ഓപ്ഷൻ 3.6ൽ 1.2 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പോൾ 3 ക്യൂബ് എത്രയാ? 3 ക്യൂബ് ഇറ്റ്സ് 27 ആണ് ആൻസർ. ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ അത് ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം, അത്ര. അടുത്ത ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് കേസ് ഓർ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഫ്രം 41 to 45. 41ാമത്തെ ചോദ്യം മുതൽ 45ാമത്തെ ചോദ്യം വരെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാസേജ് ഒന്ന് വായിക്കണം. ഈ പാസേജ് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. തൽക്കാലം നിങ്ങൾ ഈ പാസേജ് വായിക്കും. നിങ്ങൾ ഇതൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് പാസേജ് കൃത്യമായിട്ടൊന്ന് വായിക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ഈ പാസേജ് കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾ ആൻസറിലേക്ക് പോയാൽ മതി. ഓക്കെ, സോറി, നമ്മൾ ലൈവ് ആണല്ലോ അല്ലേ? സോറി, എന്താ അല്ലേ? അപ്പൊ നമുക്ക് പോസ് ചെയ്യുന്ന സമയം നമ്മളൊന്ന് വായിച്ചു നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് natural phenomena found in almost all areas of daily life, from radio waves, sunlight, x-rays, laser radiation. Like all lights is also a form of electromagnetic radiation. Electromagnetic radiation that has a wavelength between 380 nanometer and 780 nanometer is visible to human eye and is commonly referred to as light. At wavelengths longer than 780 nanometer, optical radiation is termed infrared and invisible to eye. At a wavelength shorter than 380 nanometer, optical radiation is termed ultraviolet and is also invisible to eye. The term laser light refers to much broader range of electromagnetic spectrum than just the visible spectrum. Anything between 150 nanometer up to 11,000 nanometer, that is from UV to far IR, infrared. The term laser is an acronym that stands for light amplification by stimulated emission of radiation. At the para, Einstein explained stimulated emission in an atom. An electron may move higher energy level by absorbing a photon. When the electron comes back to the lower energy level, it releases the same photon. This is called spontaneous emission. This may also happens that the excited electron absorbs another photon, releases two photons and returns to the lower energy state. This is known as stimulated emission. Laser emission therefore is light emission whose energy is used in lithotripsy for targeting and oblating the stone inside the human body organ. Apart from medical usage, laser is used for optical disk drive, printer, barcode reader, etc. 41ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് വായിച്ചു. അപ്പോൾ 41ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ലേസർ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ
വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഏതാ ഇതിൽ വരുന്നത്? എല്ലാം ഇരിക്കുന്നത് ഒരുപോലെ അല്ലേ? നല്ല കൃത്യമായിട്ട് നോക്കി വായിക്കണേ. ലൈറ്റ് ആംപ്ലിഫൈഡ് എന്നുള്ളത് ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. ഇവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് റൈറ്റ് അല്ലെ? ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ആംപ്ലിഫൈഡ് എന്നാണുള്ളത്, ഇവിടെ സ്റ്റിമുലസ് എന്നാണുള്ളത്, ഇവിടെ സിങ്ക്രണസ് അങ്ങനെ എന്തോ ആണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ 42ാമത്തെ ക്വസ്റ്റ്യനും അതേ പാസേജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്നാണ്. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഈസ് പ്രോസസ് ഓഫ്, ഇവിടെ പറയുന്നുണ്ട്, ദിസ് മേ ഓൾസോ ഹാപ്പൻ ദാറ്റ് എക്സൈറ്റഡ് ഇലക്ട്രോൺ അബ്സോർബ് another photon, releases 2 photons and return to the lower energy level. Stimulated emission എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ എനർജി കിട്ടണം അല്ലേ? ഫോട്ടോണിന് റിസീവ് ചെയ്യണം. ഇനി ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് പോകണമെങ്കിൽ എനർജി റിലീസ് ചെയ്യണം, അതായത് ഫോട്ടോണിനെ റിലീസ് ചെയ്യണം അല്ലേ? അപ്പൊ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് പോകണമെങ്കിൽ വന്ന അതേ ഫോട്ടോണിനെ റിസീവ് ചെയ്തിട്ട് തിരിച്ചു പോകാം. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്പോണ്ടേനിയസ് എമിഷൻ, നോർമൽ സ്പോണ്ടേനിയസ് എമിഷൻ. അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോണിനെ റിസീവ് ചെയ്തിട്ട് അതിനെ 2 ഫോട്ടോൺസ് ആക്കി മാറ്റിയിട്ട് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ വരുന്നത്? റിലീസ് ഓഫ് എ ഫോട്ടോൺ. ഫോട്ടോൺ അല്ല, 2 ഫോട്ടോണിനെ റിലീസ് ചെയ്യുന്ന കേസാണ്. റിലീസ് ഓഫ് 2 ഫോട്ടോൺസ് ബൈ അബ്സോർബിങ് 1 ഫോട്ടോൺ. അപ്പോൾ ഒരു ഫോട്ടോണെങ്കിൽ റിസീവ് ചെയ്യുക, ഇനി 2 ആളങ്ങ് വിട്ടു കൊടുക്കുക. വെൻ ഇലക്ട്രോൺ കംസ് ബാക്ക് ഫ്രം ഹയർ ടു ലോവർ എനർജി ലെവൽ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ്. യെസ്, 43ാമത്തെ ക്വസ്റ്റ്യൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ ഈ പാസേജുമായി ബന്ധപ്പെടുത്തി 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി റേഞ്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലേസർ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, നമ്മൾ വായിച്ചതാണ്. 150 നാനോമീറ്റർ മുതൽ 11,000 നാനോമീറ്റർ വരെയാണ് ലേസറിന്റെ റേഞ്ച്, ലേസർ സ്പെക്ട്രത്തിന്റെ റേഞ്ച്. ഇവിടെ 150 മുതൽ 400 കൊടുത്തു, 700 മുതൽ 11,000 വരെ കൊടുത്തു. അപ്പം ബോത്ത് 1 and 2 അല്ലേ? 10 മുതൽ 100 അല്ലല്ലോ, ബോത്ത് 1 and 2 ആണ് ഓപ്ഷൻ. യെസ്. 44ാമത്തെ ക്വസ്റ്റ്യൻ അതേ പാസേജ് തന്നെ. 44ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ലിത്രോട്രിപ്സി ഈസ് an industrial application, a medical application, laboratory application, process control application. ഏതാണ് ലിത്രോട്രിപ്സി? എന്താ? ഹ്യൂമൻ ബോഡിയിൽ മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണ്. കറക്റ്റ് അവിടെ കോഡ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ടാർഗറ്റിംഗ് ആൻഡ് ablating the stone inside human body organന്റെ ഉള്ളിലുള്ള സ്റ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ലിത്തോട്രിപ്സി ഉപയോഗിക്കുന്നത് അല്ലേ? അതെന്താണ്? മെഡിക്കലാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ പാസേജിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലേസർ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ലേസർ താഴെ കൊടുത്ത ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്, ട്രാൻസ്മിറ്റിംഗ് സാറ്റലൈറ്റ്, അതെന്താണ്? ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലേസർ ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്, പ്രിന്റർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്ത 46ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 50ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇതിന് 5 ക്വസ്റ്റ്യൻസും ഉണ്ട്, 46 മുതൽ 50 വരെയുള്ള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാൻ ആൻസറിലേക്ക് പോവാം, കാരണം ഇത് കംപ്ലീറ്റ് വായിക്കാൻ ഇപ്പോൾ സമയമില്ല. ഓക്കെ. LED is a lightly doped PN junction diode, heavily doped PN junction diode, moderately doped PN junction diode, two back to back PN junction diode, two back to back PN junction diode ആണോ നമ്മൾ പഠിക്കുന്നത്? ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ light emitting diode, that is LED, is a heavily doped PN junction diode. PN junction ആണ്, heavily doped PN junction ആണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ 2? അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ കാര്യം കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
പിന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ലൈറ്റ് LED emits അല്ലേ 47ാമത്തെ ക്വസ്റ്റ്യൻ, LED emits light when reversed biased, forward biased, when forward or reversed biased, when heated. ഇവിടെ ഒന്നും കൂടി വായിച്ചു നോക്ക്. അണ്ടർ ഫോർവേഡ് biased അല്ലെങ്കിൽ അണ്ടർ ഫോർവേഡ് bias emits spontaneous radiation. That means LED is a heavily doped PN junction that under forward bias emits spontaneous radiation. That means forward bias ilana endu cheyyunnathu adu emit cheyyunnathu light emit cheyyunnathu. appo when eppayana second option is right. 48 48ാമത്തെ question. During recombination at the junction, emitted photons have. ഒരു ജംഗ്ഷനില് ഒരു PN ജംഗ്ഷനില് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എമിറ്റഡ് ഫോട്ടോൺസിന് എന്ത് സംഭവിക്കും അല്ലെ? റീകോമ്പിനേഷൻ നടക്കുമ്പോഴാണ് ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെടുന്നത്. ആ എമിറ്റഡ് ഫോട്ടോൺ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. എമിറ്റഡ് ഫോട്ടോൺസ് ഹാവ് എനർജി ഈക്വൽ ടു ഓർ സ്ലൈറ്റ്ലി ലെസ് ദാൻ ദി ബാൻഡ് ഗ്യാപ്പ്. ആ PN ജംഗ്ഷന്റെ ബാൻഡ് ഗ്യാപ്പിനേക്കാളും കുറച്ച് കുറവായിരിക്കാം, ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം അല്ലെ energy greater than the band gap, energy which has no relation between the band gap, very low compared to band gap. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. On recombination the energy is released in the form of photon with energy equal to or slightly less than the band gap. അപ്പോൾ ഏതാ വരുന്നത്? energy is equal to or slightly less. കൃത്യമായിട്ട് വായിച്ചു നോക്കണേ. യെസ്, വായിച്ചല്ലോ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ. എ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് LED ഈസ്. ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് LED ഈസ്. അതെന്താ ത്രെഷോൾഡ് വോൾട്ടേജിനെ കുറിച്ച് ഇവിടെ എവിടെയാ പറയുന്നത് നോക്കുക. സോ LED സിമിലർ ടു ദാറ്റ് ഓഫ് SI ജംഗ്ഷൻ, അതായത് സിലിക്കൺ ജംഗ്ഷൻ ഡയോഡ്. LED എന്താണ്? സിലിക്കൺ ജംഗ്ഷൻ ഡയോഡിനെ പോലെ സിമിലർ ആയിട്ടുള്ള VI ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷേ ത്രെഷോൾഡ് വോൾട്ടേജ് ആർ മച്ച് ഹയർ ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോർ ഈച്ച് കളർ. ഓരോ കളറിനും വേറെ ആയിരിക്കും. അത് മാത്രമല്ല സിലിക്കൺ ജംഗ്ഷനേക്കാളും വളരെ കൂടുതലായിരിക്കും, മച്ച് ഹയർ, വളരെ കൂടുതലായിരിക്കും അയാളുടെ ത്രെഷോൾഡ് വോൾട്ടേജ്. ആരുടെ? LEDയുടെ. അപ്പോൾ കമ്പയർഡ് ടു PN ജംഗ്ഷൻ ഹയർ അല്ലേ? എന്താ പറയുന്നത്? ലോവർ കമ്പയർഡ് ടു ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് LED ഈസ് ലോവർ കമ്പയർഡ് ടു PN ജംഗ്ഷൻ ഡയോഡ്സ് ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോർ ഈച്ച് കളർ. ലോവർ അല്ലല്ലോ, ഹയർ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഹയർ ഇവിടെ എവിടെ വരുന്നത്? ഹയർ കമ്പയർഡ് ടു ഈച്ച് PN ജംഗ്ഷൻ ഡയോഡ്സ് ആൻഡ് സെയിം ഫോർ ഓൾ കളേഴ്സ്. അല്ല, ഡിഫറെന്റ് ഫോർ ഓൾ കളേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ഈസ് റൈറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The reverse breakdown voltage of LEDs are. അതും സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടോ നോക്കുക അല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. The reverse breakdown voltages of LEDs are very low, typically around 5 voltage. ഇവിടെ കൊടുത്തിട്ടുണ്ടോ? very low അല്ലേ? അപ്പോൾ very low and typically around 5 voltage. That is option 3 is right. അപ്പോൾ കൃത്യമായിട്ട് പാസേജ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി. ഇതിൽ ഒരു ക്വസ്റ്റ്യനിൽ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് അതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ് മീൻസ് അത് ഇക്വേഷൻ അപ്ലൈ ചെയ്തെടുത്ത് എൻ്റെ അടുത്താണോ മിസ്റ്റേക്ക്, ക്വസ്റ്റ്യനിലാണോ മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? എന്നോട് മറന്നുപോയി. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? എവിടെയോ ക്വസ്റ്റ്യൻ പോയോ? 19ാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ട്, ചെറുതല്ല വലുത് തന്നെയാണ്. സോ B1 by B2 ഇൻറ്റു T2 by T1 തന്നെയാണ് ഫോർമുല. ദെൻ ഇനി എന്തെങ്കിലും വേറെ ഒരു കൺഫ്യൂഷൻ അതിലുണ്ടോ? യെസ്, ഒരു കാര്യം ഇവിടെ B1 by B2
T2/T1 എന്നുള്ളിടത്തിൽ ഇത് തന്നെയായിരുന്നു ഫോർമുല, വേറെ ഫോർമുലയൊന്നും വരാൻ സാധ്യതയില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ലെറ്റ്സ് ചെക്ക് ആഫ്റ്റർ ദ ലൈവ്. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോയ്സിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രപ്പോയ്സിൻ്റെ CUETക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ബയോളജി ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, ഏത് സംഭവം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രപ്പോയ്സിൻ്റെ കറക്റ്റ് ഫോക്കസ്ഡ് കോച്ചിങ് അതിൻ്റെ ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മിസ്സായ ക്വസ്റ്റ്യൻ അടക്കം ഒരുപാട് ക്വസ്റ്റ്യൻസ്, thousands of questions, ഏകദേശം 5000 ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിലും നമ്മൾ കണ്ടമാനം ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചതുണ്ട്, അതൊക്കെ അപ്ലോഡഡ് ആവും. റീസെൻ്റ്ലി അതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡായി അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക, നിങ്ങൾ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് അടിച്ച് പൊള്ളിക്കണം ആ എക്സാം. അതായത് 10 ലക്ഷത്തിൽ കവിഞ്ഞിരിക്കുകയാണ് അപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് കോമ്പിറ്റൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമുക്കത് കിട്ടണമെങ്കിൽ, നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JNUവിലും DUവിലും ഒക്കെ, അലിഗറിലും SUവിലും പോണ്ടിച്ചേരിയും ഒക്കെ നമുക്ക് വിലസണമെങ്കിൽ CUET നമ്മൾ ക്രാക്ക് ചെയ്യണം. CUET ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് മെനക്കെടണം, പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ കൂടുതൽ ഇത് മോക്ക് ടെസ്റ്റ് ആണ്, ഇത് തന്നെ ആയിക്കൊള്ളുന്നില്ല അല്ലേ. അപ്പോൾ പല രീതിയിലുള്ള ഇനിയും മോക്ക് ടെസ്റ്റ് വരാനുണ്ട്, ഇനിയും നമ്മുടെ ലൈവ് വരാനുണ്ട്, ഇനിയും യൂട്യൂബിൽ നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിനും മോക്ക് ടെസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രപ്പോയ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. അവിടെ നിങ്ങൾക്കറിയാം എക്സ്പേർട്സായ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും, നോട്ട്സും കാര്യങ്ങളും ടെസ്റ്റും എല്ലാം നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് ഹൈ സ്കോർ ഇൻ CUET. അപ്പം നിങ്ങൾക്കറിയാം പ്രപ്പോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപ്പോയ്സിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JNU, DU, IITs, IIM എന്നൊക്കെ പറയേണ്ട ഇന്ത്യയിലെ തന്നെ പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പറ്റം ടീമാണ് പ്രപ്പോയ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രപ്പോയ്സ് എന്തൊക്കെ സംഭവം നിങ്ങൾക്കറിയാം, പ്രപ്പോയ്സിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ വർഷമായിട്ട് പ്രപ്പോയ്സ് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ CU സെറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ അതുവഴിയൊക്കെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ നിങ്ങളും അടുത്ത വർഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിന് വിളയാടേണ്ടവരാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും തുടങ്ങാം. അപ്പോൾ CUETക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രപ്പോയ്സ്. ഓക്കെ, താങ്ക് യു.